തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ തലസ്ഥാനത്തെ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിന് UDF തയ്യാറെടുത്തു കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ 48 പേരടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ മാസം തന്നെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനിരിക്കെയാണ് കോൺഗ്രസ് ഒരു മുഴം നീട്ടിയെറിഞ്ഞത്. മുൻ MLAയും യുവ നേതാവുമായ KS ശബരിനാഥനാണ് പട്ടികയിലെ സർപ്രൈസ് എലമെന്റ്. ഭാവി മന്ത്രിയായി കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന നേതാവാണ് ശബരിനാഥൻ. മുൻ സ്പീക്കറും കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവുമായ G. കാർത്തികേയന്റെ മകനാണ് ശബരി. സാധാരണ തദ്ദേശ വാർഡുകളിൽ മെമ്പറായവരുടെ അടുത്ത ലക്ഷ്യങ്ങളിൽ ഒന്നാണ് നിയമസഭ. ഇവിടെ നിയമസഭയിൽ നിന്നാണ് ശബരി കീഴ്പോട്ടിറങ്ങുന്നത്. അതുതന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് നൽകുന്ന പ്രാധാന്യമാണ് എടുത്തു കാണിക്കുന്നത്. അതേസമയം സ്ഥാനാർത്ഥിയായി ശബരിനാഥൻ എത്തിയതുകൊണ്ട് മാത്രം തിരുവനന്തപുരം കോൺഗ്രസ് പിടിക്കുമെന്ന് കരുതുന്നത് വിഡ്ഢിത്തരമാണെന്ന് പറയേണ്ടി വരും. നിലവിൽ ഇടതുപക്ഷമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. സ്വാഭാവികമായും പ്രതിപക്ഷത്ത് UDF വരണം. എന്നാൽ തലസ്ഥാനത്ത് ആരാണ് പ്രതിപക്ഷത്ത് ഇരിക്കുന്നത്? അത് BJP ആണ്. ഇടതും BJPയും നേർക്കുനേർ പോരാടുന്ന തലസ്ഥാനത്ത് UDFന് ആകെയുള്ളത് 10 മെമ്പർമാർ മാത്രമാണ്. അവിടെ നിന്ന് വേണം എണ്ണം 50 കടക്കാൻ. അതിന് ശബരി ഇഫക്റ്റ് മാത്രം മതിയാകില്ലെന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. ആകെ 100 സീറ്റാണ് തലസ്ഥാനത്തെ കോർപ്പറേഷനുള്ളത്. അതിൽ തന്നെ ഇപ്പോൾ 52 സീറ്റിൽ ഇടതുപക്ഷമാണ് ജയിച്ചിരിക്കുന്നത്. 35 സീറ്റ് പിടിച്ച BJP ശക്തമായ പ്രതിപക്ഷമായപ്പോഴാണ് വെറും 10 സീറ്റിൽ UDF ഒതുങ്ങിയത്. 2015ലേക്ക് വരാം. എന്താണ് ആ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചെന്ന് നോക്കാം. ആകെയുള്ള 100 സീറ്റിൽ 43 സീറ്റിൽ ഇടതുപക്ഷം ജയിച്ചപ്പോൾ BJP ഒറ്റ കുതിപ്പിന് 35 സീറ്റാണ് പിടിച്ചെടുത്തത്. UDFന് 2015ൽ കിട്ടിയത് വെറും 21 സീറ്റ് മാത്രമാണ്. അതിനു മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കയ്യിലിരുന്ന 19 വാർഡുകളാണ് UDFന് നഷ്ടമായത്. BJP ആണെങ്കിൽ അവസാന തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 29 സീറ്റാണ് അധികം പിടിച്ചത്. വലിയ കുതിച്ചുചാട്ടം BJP നടത്തിയപ്പോൾ സീറ്റ് നില പരിശോധിക്കുന്നവർക്ക് മനസ്സിലാകും ആരുടെ സീറ്റുകളാണ് BJP പിടിച്ചെടുത്തതെന്ന്. ഒരു സംശയവുമില്ല, കോൺഗ്രസ് വോട്ട് ബാങ്കാണ് അവിടെ BJP പിളർത്തി തങ്ങൾക്കൊപ്പം നിർത്തിയത്. ഈ 21 സീറ്റ് എന്ന കണക്ക് 2020ലേക്ക് എത്തിയപ്പോൾ കുത്തനെ ഇടിഞ്ഞ് 10ലെത്തി. ഇവിടെ നിന്ന് വേണം ശബരിക്കും കൂട്ടർക്കും ഒറ്റയടിക്ക് 50ലേക്ക് എത്തിക്കാൻ. ഏറെക്കുറെ അസാധ്യമെന്ന് വേണം കരുതാൻ. നില മെച്ചപ്പെടുത്തി പ്രതിപക്ഷത്തിരിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരു തിരിച്ചുവരവ് വേണമെങ്കിൽ UDFന് ശബരിയെ മുന്നിൽ നിർത്തി സാധിച്ചെടുക്കാം. ഇനി തെരഞ്ഞെടുപ്പിൽ ശബരിനാഥ് തോൽക്കുക കൂടി ചെയ്താൽ രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ തിരശ്ശീലയിടേണ്ടി വരുമെന്ന് ഉറപ്പാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ മാറ്റി തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് മനസ്സിൽ കാണുന്ന നേതാവാണ് ശബരിനാഥ് എന്ന് ഓർക്കേണ്ടതുണ്ട്. ആ ശബരിയെ ഇതുപോലൊരു പരീക്ഷണ കളത്തിൽ പെടുത്തണമായിരുന്നോ എന്ന ചോദ്യവും ബാക്കി നിൽക്കുന്നുണ്ട്. എവിടെ മുതൽക്കാണ് തലസ്ഥാനത്തെ നഗരസഭയിൽ കോൺഗ്രസിന് കാലിടറിയത് എന്ന് അറിയണമെങ്കിൽ 2010ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കിയാൽ മതി. 40 സീറ്റാണ് 2010ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചത്. അവിടെ നിന്ന് 2 തെരഞ്ഞെടുപ്പിനുള്ളിൽ തന്നെ സീറ്റ് നില വെറും 10ലേക്ക് എത്തിക്കാൻ മാത്രമാണ് അവർക്ക് സാധിച്ചത്. 2010നും 2020നും ഇടയിലുള്ള 10 വർഷമാണ് തലസ്ഥാനത്ത് കോൺഗ്രസിനെ തകർത്ത് കളഞ്ഞ കാലഘട്ടം. BJP അടിച്ചു കയറിയ വർഷമാണെന്ന് കൂടി ഓർക്കണം. ആദ്യം തന്നെ BJPക്ക് വഴിമാറിയ വോട്ട് ബാങ്ക് തിരികെ തങ്ങൾക്കൊപ്പം നിർത്തി BJPയെ 3ാം സ്ഥാനത്തേക്ക് തള്ളിയാൽ മാത്രമേ ഇടതുപക്ഷത്തെ ഒന്ന് തൊടാൻ പോലും കോൺഗ്രസിന് സാധിക്കൂ എന്നതാണ് വാസ്തവം.